നമസ്കാരം. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നിലപാട് കടുപ്പിച്ചതോടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം വലിയൊരു ഭരണഘടനാ നിയമ പ്രതിസന്ധിക്കാണ് സംസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തെ പതിറ്റാണ്ടുകളായിട്ട് ഒരേ സമയം നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കുന്ന തരത്തിലാണ് ഇഡിയുടെ പെട്ടെന്നുള്ള ഈ നീക്കങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ഈ അന്വേഷണം തുടരാനുള്ള അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ച തൊട്ടടുത്ത നിമിഷം തന്നെ പ്രാദേശിക പോലീസ് സംവിധാനങ്ങളെ പോലും പൂർണ്ണമായും അന്ധകാരത്തിൽ നിർത്തിക്കൊണ്ട് അതീവ രഹസ്യമായാണ് ഇഡി ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും മുഖ്യമന്ത്രിയുടെ വസതികൾ വളഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ അനിഷേധ്യ ശക്തിയായിരുന്ന ഒരു ജനനായകൻ അധികാരത്തിന് തണലില്ലാതെ കേവലം ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ നിയമത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന കാഴ്ച അണികളിലും പൊതുസമൂഹത്തിലും ഒരേപോലെ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മാസം മുൻപ് വരെ മുഖ്യമന്ത്രി എന്ന കവചത്തിന്റെ സംരക്ഷണത്തിൽ എല്ലാത്തരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളെയും രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് നേരിട്ടിരുന്ന പാർട്ടിക്ക് ഇത്തവണ ഇഡിയുടെ മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്ത വിധം ആശയക്കുഴപ്പത്തിലാണ്. കേരളത്തിന്റെ വ്യാവസായിക മേഖലയെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഒരേപോലെ പിടിച്ചുലച്ച കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL വൻതോതിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. കൊച്ചിയിലെ CMRL പ്രധാന ഓഫീസ്, ബംഗളൂരുവിലെ എക്സാലോജിക് ഓഫീസ്, മുൻ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ കോട്ടൂളിയിലുള്ള വസതി, CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ വസതി എന്നിവയുൾപ്പെടെ രാജ്യത്തെ 12ഓളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇഡി റെയ്ഡുകൾ നടക്കുന്നത്. കേവലം ഒരു പരിശോധന എന്നതിനപ്പുറമായിട്ട് ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് അക്കൗണ്ട് രേഖകളും പിടിച്ചെടുത്ത് കേസ് ശക്തമാക്കാനാണ് ഇഡി ശ്രമിച്ചത്. തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയൻ്റെയും മൊഴികൾ ഉദ്യോഗസ്ഥർ ദീർഘനേരമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിച്ചത്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായിട്ട് രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്ന ഒരു നേതാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് മേൽ സ്വന്തം മകളുടെ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾ ഉണ്ടാക്കിയ ആഘാതം അത് ചെറുതല്ല. രാഷ്ട്രീയ എതിരാളികൾ പോലും ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ഒരു ഭരണാധികാരി തൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ തപസ്യയും കരിയറും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ബലി കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. സാങ്കേതിക സേവനങ്ങളൊന്നും നൽകാതെ തന്നെ CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിലിൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി 1,72,00,000 രൂപ കൈപ്പറ്റി എന്നതാണ് ഈ കേസിലെ പ്രധാന ആക്ഷേപം. കമ്പനികൾ തമ്മിലുള്ള ലളിതമായിട്ടുള്ള ബിസിനസ് കരാർ എന്ന നിലയിലാണ് പ്രതിരോധപക്ഷം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതെങ്കിലും ഈ വലിയ തുകയുടെ കൈമാറ്റത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ PMLA ആക്ട് പ്രകാരം ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ശക്തമായിട്ട് വാദിച്ചത്. ഇഡി അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇതിനെതിരെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനും കേന്ദ്ര ഏജൻസിയുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്യാനും CMRL മാനേജ്മെൻറ്റും ബന്ധപ്പെട്ടവരുമൊക്കെ തന്നെ പരമാവധി ശ്രമിച്ചിരുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇഡിക്ക് യാതൊരു നിയമപരമായിട്ടുള്ള അവകാശവുമില്ലെന്ന് കാണിച്ച് കമ്പനി സമർപ്പിച്ച ഹർജി പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇഡിയുടെ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചത്. ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവാണ് മാസപ്പടി കേസിൽ ഇത്രയും വലിയൊരു വഴിത്തിരിവിന് കാരണമായത്. രാഷ്ട്രീയ കേരളത്തെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വരെ കേന്ദ്ര ഏജൻസിയുടെ പാത തുറന്നതും ഇങ്ങനെ തന്നെയാണ്. ഈ റെയ്ഡും ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളും ആരംഭിച്ചതോടെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ ചേരികളിൽ നിന്നും കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളും വാക്പോരുകളുമാണ് ഉയർന്നു കേട്ടത്. കേസിൽ പ്രധാന പരാതിക്കാരനായ ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയനും മകളും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും അധികാരവും പണവും ഉപയോഗിച്ച് ഇത്രയും കാലം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളെയും നിയമപരമായിട്ടുള്ള പ്രക്രിയകളെയും ബോധപൂർവം തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രതികൾ ഇരുവരും കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇഡിയുടെ കൈവശമുണ്ടെന്നും കേരളത്തിൻ്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ കൂട്ടുനിന്ന് സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതായിട്ടും അദ്ദേഹം ആരോപിക്കുന്നു. ഈ കള്ളപ്പണ ഇടപാടുകളുടെയും അഴിമതിയുടെയും ഒക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇരുവരും അഴിക്കുള്ളിലാകുന്നത് കേരളത്തിലെ പൊതുസമൂഹം നേരിട്ട് കാണേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടത്തിൽ തങ്ങൾക്ക് ലഭിച്ച വലിയൊരു നീതിയാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവെന്നാണ് പരാതിക്കാരുടെ പക്ഷം. അതേസമയം പാർട്ടിക്കും തങ്ങളുടെ പരമോന്നത നേതാവിനും നേരെ ഇപ്പോൾ ഉയരുന്ന ഈ വലിയ പ്രതിസന്ധിയെ രാഷ്ട്രീയമായും സംഘടനാപരമായിട്ട് പ്രതിരോധിക്കാനാണ് CPM ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ സ്വന്തം ജീവൻ കൊടുത്തും അവരെ സംരക്ഷിക്കുമെന്നാണ് ഇടതുമുന്നണി നേതാവും MLAയുമായിട്ടുള്ള KU ജനീഷ് കുമാർ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അണികളോട് ആഹ്വാനം ചെയ്തത്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റെയ്ഡുകളെന്നും CPM ജില്ലാ നേതൃത്വങ്ങളും ആരോപിക്കുന്നു.
ഇത് വെറും പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വേട്ടയാടൽ മാത്രമാണെന്നും ഇതിനെ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധത്തിലൂടെയും പാർട്ടി നേരിടുമെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം MK മുരളിയും വ്യക്തമാണ്. റെയ്ഡ് നടക്കുന്ന വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴും പാർട്ടിയുടെ അടിത്തട്ടിലുള്ള അണികളെ ശാന്തരാക്കാനും അതേസമയം തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധത്തിന് സജ്ജമാക്കാനുമുള്ള ശ്രമങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് CPM സംസ്ഥാന നേതൃത്വവും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും സ്വീകരിച്ചിരിക്കുന്നത്. ഈയിടെ റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ പെട്ടെന്ന് ഒരു പ്രതികരണത്തിലില്ലെന്ന് വളരെ വ്യക്തമായി അറിയിക്കുകയുണ്ടായി. റെയ്ഡിൻ്റെ കൃത്യമായ വിശദാംശങ്ങളും ഹൈക്കോടതി ഉത്തരവിൻ്റെ ഉള്ളടക്കവുമൊക്കെ തന്നെ പൂർണ്ണമായും പരിശോധിച്ച ശേഷം മാത്രമേ പാർട്ടിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പാർട്ടി ഘടകങ്ങൾ കൃത്യമായി ആലോചിച്ച ശേഷം മാത്രമേ വാർത്താ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ CPM കടന്നു പോകുമ്പോൾ പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങളൊക്കെ തന്നെ കേസിനെ ബാധിക്കുമെന്ന ഭയവും ഇപ്പോൾ നേതൃത്വത്തിനുണ്ട്. പണ്ട് കാലത്ത് പാർട്ടിയെ വേട്ടയാടിയ ലാവ്ലിൻ കേസ് പോലെ ഒരിക്കലും ഉണങ്ങാത്ത വലിയൊരു രാഷ്ട്രീയ കറയായിട്ട് ഈ മാസപ്പടി കേസും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും മേൽ അവശേഷിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ പങ്കുവയ്ക്കുന്നത്.